MCO7 11ാമത്തെ യൂണിറ്റ് പ്രൊജക്റ്റ് ഫിനാൻസിങ്. ആ പേരിൽ തന്നെ എന്താണ് പ്രൊജക്റ്റ് ഫിനാൻസിങ് എന്നുണ്ട്. നമ്മൾ ഈ യൂണിറ്റ് പഠിക്കാൻ ഈ പേര് ശരിക്കും പഠിച്ചാൽ മതി. എന്താണ് പ്രൊജക്റ്റ് ഫിനാൻസിങ് എന്നുള്ള വിഷയം പഠിച്ചാൽ തന്നെ യൂണിറ്റ് വളരെ സിമ്പിളാണ്. അതായത് ഒരു പ്രൊജക്റ്റിന് വേണ്ടി പ്രത്യേകം ഫിനാൻസ് കണ്ടെത്തുക. ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ റെയിൽവേക്ക് ഒരു സ്ഥലത്ത് പ്രത്യേക ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു കൊങ്കൺ റെയിൽവേ ഉണ്ടാക്കണം, ഒരു 2-3 മല തുറന്നിട്ട് അതിലൂടെ ഒരു പാത ഉണ്ടാക്കണം. അപ്പോൾ അത് പ്രത്യേക ഒരു പ്രൊജക്റ്റാക്കി സെറ്റ് ചെയ്യും. എന്നിട്ട് ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അതിനൊരു ഇൻഡിപെൻഡൻ്റ് എക്കണോമിക് യൂണിറ്റാക്കി വെച്ചിട്ട് അതിലേക്ക് വേണ്ട ഫിനാൻസ് അറേഞ്ച് ചെയ്യും. എന്നിട്ട് അതിലൂടെ കിട്ടുന്ന വരുമാനം ഈ ഫിനാൻസിൻ്റെ റീപേയ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കും. ഇപ്പോൾ മറ്റൊരു ഉദാഹരണം, നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു പാലം ഉണ്ടാക്കണമെങ്കിൽ ആ പാലം ഹൈവേ അതോറിറ്റി ചെയ്യുക. അതൊരു പ്രത്യേക ഇൻഡിപെൻഡൻ്റ് എക്കണോമിക് യൂണിറ്റ് ആക്കിയിട്ട് ആ പാലത്തിനുള്ള ഫിനാൻസ് പല കമ്പനികളോട് കടമായിട്ടും ചിലർ അതിന് ഷെയർ ആയിട്ടൊക്കെ എടുക്കും. എന്നിട്ട് ആ പാലത്തിലൂടെ കിട്ടുന്ന വരുമാനം, അവിടുന്ന് ടോൾ വെച്ചിട്ട് പല കിട്ടുന്ന വരുമാനം അത് ഈ പ്രൊജക്റ്റിന് വേണ്ടി ഫിനാൻസ് ഇറക്കിയവർക്ക് റീപേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കും. അറിയാലോ, നമ്മുടെ നാട്ടിൽ പാലൊക്കെ ടെൻഡർ വിളിക്കലാണല്ലോ, പാലം പോകും പാലങ്ങളൊക്കെ. അപ്പോൾ അത് പ്രത്യേക ഫിനാൻഷ്യൽ യൂണിറ്റ് ആക്കിയിട്ട് അതിനൊരു ടീം ക്യാഷ് ഇറക്കിയിട്ട്, കാരണം അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് അറിയുന്നവരാണ് അതിൻ്റെ പൈസ ഇറക്കുക. എന്നിട്ട് അതിൽ നിന്നോട് കിട്ടുന്ന വരുമാനം ഇവരുടെ പൈസ തിരിച്ചെടുക്കാൻ ഉപയോഗിക്കും. അവരുടെ ലാഭം പ്ലസ് അവരുടെ മുതൽ തിരിച്ചെടുക്കാൻ ഉപയോഗിക്കും. അതാണ് പ്രൊജക്റ്റ് ഫിനാൻസിങ്. അപ്പോൾ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്ന ഗവൺമെൻറ് സ്ഥാപനം എന്താവട്ടെ, അവരുടെ ഒരു പ്രൊജക്റ്റിന്, ഒരു വലിയൊരു പ്രൊജക്റ്റിന് പ്രത്യേക എക്കണോമിക് ഇൻഡിപെൻഡൻ്റ് യൂണിറ്റ് ആക്കിയിട്ട് അതിനു വേണ്ടി ഫിനാൻസ് കണ്ടെത്തുന്നതിനാണ് പ്രൊജക്റ്റ് ഫിനാൻസിങ് എന്ന് പറയുക. പ്രൊജക്റ്റ് ഫിനാൻസിങ് ഈസ് ഫിനാൻസിങ് ഓഫ് എ പ്രൊജക്റ്റ് ആസ് ആൻ ഇൻഡിപെൻഡൻ്റ് എക്കണോമിക് യൂണിറ്റ് ആയിട്ട്. അപ്പോൾ ആ പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ ഒരു SPV എന്ന് പറഞ്ഞൊരു ടീമിനെ ഉണ്ടാക്കും. അതായത് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നാണ് പറയുക. അതായത് ഒരു ടീമാണ് ഈ പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ അവിടുത്തെ കോർപ്പറേറ്റിൻ്റെ പുറമെ അതിൻ്റെ മാനേജേഴ്സിൻ്റെ പുറമെ ഒരു പ്രത്യേക ടീമിനെ അറേഞ്ച് ചെയ്യും. അവരാണ് ആ പ്രൊജക്റ്റ് നടപ്പിലാക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വം അവർക്ക്. ആ പാലം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ആ റെയിൽവേ ഉണ്ടാക്കാനുള്ള സർവ്വ ഉത്തരവാദിത്വം. നമ്മുടെ നാട്ടിൽ ആ കൊങ്കൺ റെയിൽവേ ഉണ്ടാക്കിയപ്പോൾ, നമ്മൾ ഡൽഹിയിൽ മുംബൈയിലൊക്കെ പോകുമ്പോൾ കൊങ്കൺ റെയിൽവേ ഉണ്ടല്ലോ, അതുണ്ടാക്കുന്ന സമയത്ത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിനെ SPV ഉണ്ടാക്കിയിരുന്നു. അത് ആ കൊങ്കൺ റെയിൽവേ ഉണ്ടാക്കലോടെ അവരെ പിരിച്ചുവിട്ടു. അത് ഇന്ത്യൻ റെയിൽവേൻ്റെതാണ് ശരിക്കും റെയിൽവേ. പക്ഷേ ഈ ഒരു പ്രൊജക്റ്റിന് അതൊരു പ്രത്യേക ടീമിനെ ഉണ്ടാക്കിയിട്ട് അവരാണ് ചെയ്യുക. അതിന് പ്രത്യേക ഫിനാൻസ് കണ്ടെത്തുകയും ചെയ്യും. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഇൻട്രസ്റ്റ് ആയ ആൾക്കാർ അതിന് ആ കൊങ്കൺ റെയിൽവേയോടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം വരുമാനം കിട്ടും. ആ വരുമാനം കൊണ്ട് ഞങ്ങളുടെ ലാഭവും ഞങ്ങളുടെ മുതലും തിരിച്ചു കിട്ടും എന്നറിയുന്നവരാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സാധാരണ കൂടുതലും ഡെപ്റ്റ് ഫിനാൻസാണ് ഉണ്ടാവുക. ഇക്വിറ്റി ഫിനാൻസിങ് ഉണ്ടാവും പ്രൊജക്റ്റിൽ, കൂടുതലും ഡെപ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ എന്താണ് പ്രൊജക്റ്റ് ഫിനാൻസ് മനസ്സിലായല്ലോ. ഒരു കോർപ്പറേറ്റ് സ്ഥാപനം അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുക, റെയിൽവേ, റോഡ്, ഗ്യാസ്, പിന്നെ പവർ പ്രൊജക്റ്റ്, ടെലികമ്മ്യൂണിക്കേഷൻ്റെ വലിയ പ്രൊജക്റ്റ്, ഇതിനൊക്കെയാണ് ശരിക്കൊരു പ്രൊജക്റ്റ് ഫിനാൻസിങ് സാധാരണ വരല്. അപ്പോൾ എന്താണ് പ്രൊജക്റ്റ് ഫിനാൻസിങ് മനസ്സിലായി. ഒരു പ്രൊജക്റ്റിന് പ്രത്യേകം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫിനാൻസ് കണ്ടെത്തുക, അതിൻ്റെ ആ ഒരു കോർപ്പറേറ്റ് ലെവലിൽ അത് ഉൾപ്പെടുത്താതെ അതിനെ പ്രത്യേകമായി കാണുക എന്നർത്ഥം. ഇനി പ്രൊജക്റ്റ് ഫിനാൻസിങ്ങിന് അത്യാവശ്യമുള്ള കാര്യങ്ങൾ, കാരണം ഈ പ്രൊജക്റ്റ് നടന്നിട്ട് വേണം അതിന് പൈസ ഇറക്കിയ ആൾക്കാരുടെ ക്യാഷ് തിരിച്ചിട്ടുണ്ടേ. അതുകൊണ്ട് തന്നെ എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ടെക്നോളജി, അതായത് ഏറ്റവും നല്ല ടെക്നോളജി, ഒരു ഇമ്പാക്റ്റ് വരാത്ത ഏറ്റവും നല്ല ടെക്നോളജി ഉപയോഗിക്കണം. അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചിലപ്പോൾ സമയത്തിന് തീർക്കാൻ കഴിയാത്ത അങ്ങനെ വല്ല പ്രശ്നങ്ങളും വരും. അതായത് ഒരു നിലക്കും ആ പ്രൊജക്റ്റിനൊരു ബാഡായിട്ട് എഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും നല്ല ടെക്നോളജി ഉപയോഗിക്കണം. പ്രൊജക്റ്റ് ഷുഡ് ഹാവ് എക്കണോമിക് വാല്യൂ. ഈ പ്രൊജക്റ്റ് കഴിഞ്ഞാൽ അതിൽ നിന്ന് സമ്പത്ത് വല്ലതും കിട്ടുന്നൊരു വാല്യൂ ഉള്ള പ്രൊജക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എക്കണോമിക് വാല്യൂ ഉണ്ടാവണമെങ്കിൽ കൃത്യമായ സമയത്ത് ആ പ്രൊജക്റ്റ് തീരണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് തുടങ്ങുകയാണ്. ഇപ്പോൾ പിന്നെ ഒരു വലിയൊരു എണ്ണപ്പാട, ഇവിടെ ഒരു വലിയൊരു ഓയിൽ റിഫൈനറി ഉണ്ടാക്കുകയാണ് നമ്മളെ കേരളത്തിൽ. അത് ഉണ്ടാക്കാൻ തുടങ്ങിയൊരു 10-20 കൊല്ലം കൊണ്ട് തീർന്നാൽ പോലെ 20 കൊല്ലം ചിലപ്പോൾ അതിൻ്റെ വാല്യൂ ഉണ്ടാവില്ല, കാരണം അവിടെ അപ്പോൾ തന്നെ ഇലക്ട്രിക് യുഗമായി തീർന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു ഓയിൽ റിഫൈനറി ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് ചിലപ്പോൾ 1 വർഷം കൊണ്ട് തീർക്കണം, എന്നാലേ അതിന് എക്കണോമിക് വാല്യൂ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സ്റ്റിപ്പുലേറ്റഡ് ടൈം, കൃത്യമായി നിശ്ചയിച്ച ടൈമിൽ തീർത്താലേ പ്രൊജക്റ്റിന് എക്കണോമിക് വാല്യൂ ഉണ്ടാവുള്ളൂ. അങ്ങനെ വാല്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് അവർക്ക് റിട്ടേൺ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനൊക്കെ കിട്ടുമെന്ന് ഉറപ്പ് വരുത്തണം, എന്നാലേ പ്രൊജക്റ്റിലേക്ക് ഇറങ്ങാവൂ. നമ്മൾ ആൾക്കാരുടെ ക്യാഷൊക്കെ വാങ്ങിയിട്ട് പ്രൊജക്റ്റ് തുടങ്ങിയിട്ട് പിന്നെ റോഡിന് മെറ്റീരിയൽ കിട്ടുന്നില്ല, കല്ല് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. കൃത്യമായിട്ട് നല്ല പ്രൊഫഷണൽസ് മാനേജ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറഞ്ഞ ടീമിന് അതിന് പ്രത്യേകം പ്രൊജക്റ്റ് അവരെ ഏൽപ്പിക്കുന്നത്. കൃത്യമായ മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ പ്രൊജക്റ്റ് വഴിയിൽ നിൽക്കും. പ്രൊജക്റ്റ് വഴിയിൽ നിന്നാൽ ആളുകൾ, ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുടെ ആ ക്യാഷ് മുഴുവൻ നഷ്ടമാവും. നമ്മൾ പലയിടത്തും കാണുന്നതാണ്, പല റെയിൽവേ മേൽപ്പാലങ്ങളൊക്കെ ഉണ്ടാക്കി പകുതിയായി ഇങ്ങനെ കിടക്കുന്നുണ്ടാകും. അതിന് പല കാരണങ്ങൾ അവർക്ക് പറയാനുണ്ടാകും.
പക്ഷെ അതിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ആ പൈസ തിരിച്ചിട്ടാതെ വരികയാണ്. പല പാലങ്ങളും റോഡുകളും പലതും വഴിയിൽ ഉപേക്ഷിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും. അതിന് പല കാരണങ്ങളൊക്കെ ഉണ്ട്. താഴെ പറയുന്നുണ്ട്, ഒരു പ്രൊജക്റ്റ് റിസ്ക് അസോസിയേറ്റ് വിത്ത് പ്രൊജക്റ്റ് ഫിനാൻസിങ്. ഇങ്ങനെ പ്രൊജക്റ്റ് ഫിനാൻസിങ്ങുമായി ബന്ധപ്പെട്ടുള്ള റിസ്ക്കുകൾ, ഒന്ന് കംപ്ലീഷൻ റിസ്ക്. അത് കറക്റ്റ് ടൈമിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ഇൻവെസ്റ്റേഴ്സിന് വരുമാനം കിട്ടാക്കാൻ തുടങ്ങും. കാരണം ഇന്ന് മാത്രമല്ല, പ്രൊജക്റ്റ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഓഫ് അതിൻ്റെ ഫണ്ടും ഡെപ്റ്റ് കടായിരിക്കും. അത് പലിശ കൂടി വരികയാണ് ഓരോ വർഷം കൂടുതൽ. അപ്പോൾ കംപ്ലീഷൻ റിസ്ക്, കൃത്യസമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇതിന് പല കാരണങ്ങളുണ്ടാവും കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ. എന്ത് കാരണമായാലും കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് എക്കണോമിക് വാല്യൂ ഉണ്ടാവില്ല. ടെക്നോളജിക്കൽ റിസ്ക്, ഏറ്റവും ലേറ്റസ്റ്റായ ടെക്നോളജി ഉപയോഗിച്ചിരിക്കണം, എന്നാലേ കറക്റ്റ് ടൈമിന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. എന്ന് മാത്രമല്ല, ടെക്നോളജി, നല്ല ടെക്നോളജി അതിന് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾക്ക് അതിന് ഡിമാൻഡ് ഉണ്ടാവില്ല. നമ്മളെ പ്രൊജക്റ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ഡിമാൻഡ് ഉണ്ടാവില്ല. അപ്പോൾ ടെക്നോളജിക്കൽ റിസ്ക് ഉണ്ട്. ഇപ്പോൾ വലിയൊരു ഷിപ്പ് ഫാക്ടറി ഉണ്ടാക്കുന്ന പ്രൊജക്റ്റാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആ ഷിപ്പ് ഫാക്ടറിക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ, നമ്മൾ ഫാക്ടറിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇപ്പോഴത്തെ ടെക്നോളജിയൊക്കെ മാറിയിട്ട് ആ ഫാക്ടറിയിൽ ഒരു ഷിപ്പ് അവരുണ്ടാക്കാൻ നമ്മളോട് ആവശ്യപ്പെടില്ല. കാരണം അതൊക്കെ ഓൾഡ് ടെക്നോളജിയാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഡിമാൻഡ് ഇല്ലാത്ത അവസ്ഥ വരും നമ്മുടെ പ്രൊജക്റ്റിന്. അപ്പോൾ അതിന് വേണ്ട റിട്ടേൺ കിട്ടാതെ വരും. അപ്പോൾ ടെക്നോളജി, ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ച് എന്നോട് ഉദ്ദേശം എന്ന് വെച്ചാൽ, നമ്മുടെ പ്രൊജക്റ്റ് കഴിയുമ്പോൾ നമ്മളെ പ്രൊജക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവണം, അതിലേക്ക് കൺസ്യൂമേഴ്സ് വരണം. റോ മെറ്റീരിയൽ റിസ്ക്, പലപ്പോഴും പല പ്രൊജക്റ്റും തുടങ്ങിയിട്ട് വഴിയിൽ നിൽക്കൽ വേണ്ട കല്ലോ മെറ്റീരിയലോ റോ മെറ്റീരിയൽസ് കിട്ടുന്നില്ല എന്നുള്ള പരാതി പറഞ്ഞിട്ടായിരിക്കും. മെയിൻ്റനൻസ് റിസ്ക്, പ്രൊജക്റ്റ് ഉണ്ടാക്കിയാൽ പോരാ, അത് നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ വെഹിക്കിൾ ആ ടീമുണ്ടല്ലോ, അവരതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന് നടക്കണം. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, അവരതിനെ മെയിൻ്റനൻസും കൂടെ നടക്കണം. കൃത്യമായ മെയിൻ്റനൻസ് നടത്താൻ കൂടി അവർ തയ്യാറായി കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റിന് വാല്യൂ ഉണ്ടാവുള്ളൂ. ഒരു റോഡ് പാലം ഉണ്ടാക്കിയിട്ട് പിന്നെ അതിന് മെയിൻറ്റെയിൻ ചെയ്യാതെ ഒരു വർഷം കൊണ്ട് അത് പൊളിയാൻ തുടങ്ങും. കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിലൂടെ വണ്ടികൾ പോകില്ല, അതിനുള്ള വരുമാനം കിട്ടാത്ത പ്രശ്നം വരും. മെയിൻ്റനൻസ് റിസ്ക്. എക്കണോമിക് വാല്യൂ റിസ്ക്. എക്കണോമിക് വാല്യൂ റിസ്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ പ്രൊജക്റ്റിൻ്റെ വാല്യൂ ഇല്ലാതാവുക. ചില പ്രൊജക്റ്റൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വലിയൊരു ഫ്ലാറ്റ് ഉണ്ടാക്കുന്ന പ്രൊജക്റ്റാണെന്ന് കരുതാം. ഇപ്പോൾ ലുലു എന്ന ടീം കോട്ടക്കൽ അങ്ങാടിയിൽ വലിയൊരു ഫ്ലാറ്റ് ഉണ്ടാക്കുന്ന പ്രൊജക്റ്റാണ്. പക്ഷേ ഫ്ലാറ്റൊക്കെ 2, 3, 4, 5 കൊല്ലങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ചിലപ്പോൾ അതിന് വാല്യൂ ഉണ്ടാവില്ല. കാരണം അപ്പുറത്തൊക്കെ ഒരുപാട് ഫ്ലാറ്റുകൾ വന്നു, അല്ലെങ്കിൽ ആളുകൾ ഈ ഫ്ലാറ്റൻ സംസ്കാരമൊക്കെ മാറ്റി മറ്റൊരു സംസ്കാരത്തിലേക്ക് മാറുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അതിന് എക്കണോമിക് വാല്യൂ ഉണ്ടാവില്ല. എക്കണോമിക് വാല്യൂ ഉണ്ടാവാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവാഞ്ഞാൽ അതിൽ നിന്നുള്ള റിട്ടേൺ കിട്ടില്ല. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തവരുടെ ക്യാഷ് വെറുതെ ആകും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിസ്ക്. ഫിനാൻഷ്യൽ റിസ്ക് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പ്രൊജക്റ്റ് ഫിനാൻസിൽ മോസ്റ്റ് ഓഫ് ദി ഫിനാൻസ് വരുന്നത് ഡെപ്റ്റാണ്, കടാണ്. അതുകൊണ്ട് തന്നെ ഓരോ വർഷം തോറും പലിശ ഇരട്ടിയായിട്ട് ആ ബാധ്യത കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 1-2 വർഷം വൈകിക്കഴിഞ്ഞാൽ, അതിന് റിട്ടേൺ കിട്ടാൻ അത്രയും വൈകിക്കഴിഞ്ഞാൽ അത്രയും നമ്മളെ ഫിനാൻസിൻ്റെ കോസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നെക്സ്റ്റ്, പൊളിറ്റിക്കൽ റിസ്ക്. രാജ്യത്ത് ഒരു രാഷ്ട്രീയ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാഞ്ഞു കഴിഞ്ഞാൽ, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇവിടുത്തെ നിയമങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരുന്നാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൊക്കെ നമുക്കൊരു പ്രൊജക്റ്റ് കൃത്യസമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. അതും നമ്മളെ പ്രൊജക്റ്റിനെ ബാധിക്കും. അതോടെ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ക്യാഷ് കിട്ടാതാവും. എൻവിറോൺമെൻറ്റൽ റിസ്ക്. എൻവിറോൺമെൻറ്റിൽ ബന്ധപ്പെട്ട എർത്തക്വേക്കോ അല്ലെങ്കിൽ ഫ്ലഡോ, അല്ലെങ്കിൽ ചില റോഡുകളൊക്കെ പണികളൊക്കെ മഴ കാരണത്താൽ റോഡും പാലൊക്കെ പണി പകുതിയിലിട്ട് പോകുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻവിറോൺമെൻ്റലി ഉള്ള റിസ്ക്കുകൾ, അതുമായി എൻവിറോൺമെൻറ്റുമായി ബന്ധപ്പെട്ട ചില കലാമിറ്റീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മളെ പ്രൊജക്റ്റിനെ ബാധിക്കും. അപ്പോൾ ഒരു പ്രൊജക്റ്റിന് ഫിനാൻസ് ഇറക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പ്രൊജക്റ്റിലേക്ക് ഫിനാൻസ് ഇറക്കാൻ. കാരണം ഇത്രയും റിസ്ക്കുകൾ അതിൽ അസോസിയേറ്റഡ് ആണ്. ഓക്കെ, ഇതോടെ ഈ ഒരു യൂണിറ്റ് അവസാനിച്ചു. ലാസ്റ്റ് കോർപ്പറേറ്റ് ഫിനാൻസ്, പ്രൊജക്റ്റ് ഫിനാൻസ് എന്നുള്ള വ്യത്യാസം പറയുകയാണ്. അപ്പോൾ എന്താണ് പ്രൊജക്റ്റ് ഫിനാൻസ് മനസ്സിലായി, അതിൻ്റെ ആവശ്യകത മനസ്സിലായി, അതിലുള്ള റിസ്ക് മനസ്സിലായി. ഈ യൂണിറ്റിൽ നിന്നൊക്കെ ചോദ്യം വരുമ്പോൾ മൊത്തത്തിലാണ് ചോദ്യം വരിക. പ്രൊജക്റ്റ് ഫിനാൻസിനെ പറ്റിയിട്ടൊരു 20 മാർക്കിന് എഴുതാൻ, അങ്ങനെയൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താണ്, അതിലുള്ള റിസ്ക്കുകൾ, അതിനുള്ള ബെനിഫിറ്റുകൾ ഒക്കെ എഴുതാം. കോർപ്പറേറ്റ് ഫിനാൻസ്, പ്രൊജക്റ്റ് ഫിനാൻസ് എന്നുള്ള വ്യത്യാസം. കോർപ്പറേറ്റ് ഫിനാൻസ് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ടോപ്പ് ലെവലിലുള്ള ആ ഒരു ഫിനാൻസ്. പ്രൊജക്റ്റ് ഫിനാൻസ് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രൊജക്റ്റിന് മാത്രമുള്ള ഫിനാൻസ്. നമുക്കറിയാം കോർപ്പറേറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേൻ്റെ കോർപ്പറേറ്റ് ഫിനാൻസ്, അത് അതിൻ്റെ ബാലൻസ് ഷീറ്റിലൊക്കെ ഉണ്ടാകും, കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ പ്രത്യേക പ്രൊജക്റ്റിൻ്റെ ഒരു പക്ഷേ അതിൻ്റെ ബാലൻസ് ഷീറ്റിൽ കാണിച്ചോളണമെന്നില്ല. കോർപ്പറേറ്റ് ഫിനാൻസിൻ്റെ അതിനെ മോണിറ്ററിനും കൺട്രോൾ ചെയ്യുന്നതും പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. എന്നാൽ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രത്യേക ടീമാണ് ഈ പ്രൊജക്റ്റിൻ്റെ ഫിനാൻസ് എന്ന് പറയുന്നത്. അതൊരു ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ് തന്നെയാണ് പ്രൊജക്റ്റിൻ്റെ ഫിനാൻസ്. റെയിൽവേൻ്റെ അണ്ടറിലാണെങ്കിലും അല്ലെങ്കിൽ ഹൈവേ അതോറിറ്റിയുടെ കീഴിലാണ് നമ്മൾ ഇവിടുത്തെ ഓരോ പാലങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെങ്കിലും അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ
പിന്നെ കൺട്രോൾ ചെയ്യുന്നത് ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറഞ്ഞ ആ ഒരു ടീമാണ്. കോർപ്പറേറ്റ് ഫിനാൻസിൽ ഡെപ്റ്റ് വളരെ കുറവായിരിക്കും, കൂടുതലും ഇക്വിറ്റി ആയിരിക്കും. എന്നാൽ പ്രൊജക്റ്റ് ഫിനാൻസിൽ ഡെപ്റ്റിൻ്റെ റേഷ്യോ കൂടുതലാണ്. ചിലപ്പോൾ 100% ഡെപ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ചെറിയ ഇക്വിറ്റി ഒക്കെ ഉണ്ടാകും. എന്നാലും മോസ്റ്റ് ഓഫ് ദി ഫിനാൻസ് വരുന്നത് കടമായിരിക്കും. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഫിനാൻസ് അത് റൈസ് ചെയ്യാൻ വളരെ സുഖമാണ്. ഇപ്പോൾ ഒരു കമ്പനിക്ക് അവരുടെ ഷെയർ ഇഷ്യൂ ചെയ്താൽ കൃത്യമായിട്ട് ക്യാഷ് കിട്ടും, കാരണം ആ കമ്പനിയെ പറ്റി ആളുകൾക്ക് അറിയുന്നതാണ്. പക്ഷേ പ്രൊജക്റ്റ് ഫിനാൻസിലേക്ക് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത്രയും പ്രോഫിറ്റബിൾ ആണ് എന്ന് ഉറപ്പുണ്ടായാൽ മാത്രമേ ആളുകൾ പ്രൊജക്റ്റ് ഫിനാൻസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. കാരണം റിസ്ക് കൂടുതലാണ് എന്ന് മാത്രമല്ല അത് ട്രാൻസാക്ഷൻ കോസ്റ്റും കുറച്ച് കൂടുതലുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനി അതിനൊരു നമ്മൾ പറയുന്നത് പോലെ ഒരു ഗോയിങ് കൺസേൺ ആണ്, അതിന് ഒരു സ്വന്തമായ നിലനിൽപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ് ഈ ടീമുണ്ടല്ലോ, അത് ഈ ഒരു പ്രൊജക്റ്റ് എൻഡ് ആവലോട് കൂടിയിട്ട് അവരെ പിരിച്ചു വിട്ടുക. അത് ഗോയിങ് ഒരു പ്രൊജക്റ്റ് ഫിനാൻസ് ഒരു പ്രൊജക്റ്റിൻ്റെ ടീം ഗോയിങ് കൺസേൺ അല്ല. ആ പ്രൊജക്റ്റ് കഴിയുന്ന 1 2 അല്ലെങ്കിൽ 1 മാസം 2 മാസം 6 മാസം അത് അത്ര മാത്രമേ അവർക്ക് ആയുസുള്ളൂ. അതുപോലെ തന്നെ ഒരു കോർപ്പറേറ്റ് ഫിനാൻസിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ, അവരുടെ നെറ്റ് പ്രോഫിറ്റ് അത് എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളതൊക്കെ അവിടുത്തെ ബോർഡ് തീരുമാനിക്കും. എന്നാൽ SPVക്ക് ഇവിടുത്തെ ക്യാഷ് എങ്ങനെ ഡിവൈഡ് എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ചർച്ചയില്ല. അതിൻ്റെ ലാഭം ആരാണോ ക്യാഷ് ഇറക്കിയത് അവർക്ക് കൊടുക്കുക തന്നെ. അതുപോലെ സാധാരണഗതിയിൽ ഒരു കോർപ്പറേറ്റിലേക്ക് ഫിനാൻസ് എടുക്കുക എന്നാൽ ഒരു കമ്പനീൻ്റെ അതിൻ്റെ ഷെയർ എടുത്ത് അതിലേക്ക് പൈസ ഇറക്കുന്നവർക്ക് അതിൻ്റെ ബാലൻസ് ഷീറ്റ് കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഫിനാൻസ് ഇറക്കുന്നവർ അതിൻ്റെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റൊന്നും അവർ നോക്കേണ്ട ആവശ്യമില്ല, കാരണം കമ്പനിയായിട്ട് ബന്ധപ്പെട്ടതല്ലല്ലോ അത്. അവർക്ക് ആ പ്രൊജക്റ്റിൽ നിന്ന് എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ കിട്ടുമോ ഇല്ലെന്നും അതിൻ്റെ സ്പെഷ്യൽ ടീം അതിന് ഏബിളായ ആളുകളാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അതുപോലെ തന്നെ ഒരു കോർപ്പറേറ്റ് ചെയ്യുന്ന അവർ സ്വന്തമായിട്ട് ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റും അവരുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. പക്ഷേ ഓരോ പ്രൊജക്റ്റിനും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉള്ളതുകൊണ്ട് സെപ്പറേറ്റ് ബാലൻസ് ഷീറ്റാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേൻ്റെ ബാലൻസ് ഷീറ്റിലല്ല നമ്മുടെ കൊങ്കൺ റെയിൽവേ അന്ന് ഉണ്ടായിട്ടുണ്ടാവുക. കാരണം അത് പ്രത്യേക കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നൊരു പ്രത്യേക ഒരു കമ്പനി ആക്കിയിട്ട് തന്നെ ആ ഒരു പ്രൊജക്റ്റിനെ നിർത്തിയിട്ടുണ്ട്. അത് പ്രത്യേക ഒരു കമ്പനി തന്നെ കൊങ്കൺ റെയിൽവേ ലിമിറ്റഡ് എന്നുണ്ട്. പിന്നീട് ആ പീരീഡൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ആളുകൾക്ക് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് ലാസ്റ്റ് ഇങ്ങോട്ട് ഇന്ത്യൻ റെയിൽവേയിലേക്ക് മാറ്റും, അത് വേറെ ചർച്ച. അപ്പോൾ പ്രൊജക്റ്റ് ഫിനാൻസ് ഇതോടുകൂടി കഴിഞ്ഞു. അപ്പോൾ നിശ്ചയിച്ച ഒരു പ്രൊജക്റ്റിനെ ഒരു കോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിനെ പ്രത്യേക എക്കണോമിക് യൂണിറ്റ് ആക്കിയിട്ട് ഇതൊരു മറ്റ് പ്രത്യേക കമ്പനീനെ ആക്കും അതിൻ്റെ അണ്ടറിലുള്ള അങ്ങനെ ആക്കിയിട്ട് അതിന് പ്രത്യേക ഫിനാൻസ് കണ്ടെത്തി ഇതിലൂടെ കിട്ടുന്ന ഈ പ്രൊജക്റ്റിലൂടെ കിട്ടുന്ന വരുമാനം ആ ഫിനാൻസ് ഇറക്കിയവർക്ക് കൊടുക്കുന്ന ഈ ഒരു പരിപാടിയാണ് പ്രൊജക്റ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത്.